Good morning. Today we can discuss vouching of trading transactions. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയത് വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്കാണ്. ദാറ്റ് ഈസ് ബോത്ത് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? These include purchases, credit purchases, credit sales, purchase returns, sales returns, അതേപോലെ bills received, accepted, credit purchase of asset, etc. So these are entered in the respective books. അറിയാലോ, നമ്മൾ സബ്സിഡിയറി ബുക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ട്സിൽ. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് വൗച്ച് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ദ മേജർ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ്, അതായത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ഇസ് ടു ഡിറ്റക്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. അതായത് വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്കിൻ്റെ അതെന്തായിരുന്നു? ടു ഡിറ്റക്റ്റ് ദ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ എന്തെങ്കിലും കളവ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് വൗച്ച് ചെയ്യുന്നത്. ഇനി വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ ഇസ് ടു ഡിറ്റക്റ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഓഡിറ്റർ പണി എന്താണെന്ന് വെച്ചാൽ, ഈ ഷുഡ് ടേക്ക് ഗ്രേറ്റ് കെയർ ഇൻ വൗച്ചിങ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് ടു പ്രിവെൻറ്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. സോ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷനിൽ ഫസ്റ്റ് ക്രെഡിറ്റ് പർച്ചേസസ് എങ്ങനെയാണ് വൗച്ച് ചെയ്യുന്നതെന്ന് നോക്കാമാണ്. അതായത് വൗച്ചിങ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ് ആർ എൻറ്റേർഡ് ഇൻ പർച്ചേസ് ബുക്ക്. സോ ഹൗ ടു വൗച്ച് പർച്ചേസ് ബുക്ക് ഓർ ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ നമുക്കറിയാം, ദ മേജർ പേർപ്പസ് ബിഹൈൻഡ് വൗച്ചിങ് ഓഫ് പർച്ചേസ് ബുക്ക് ഇസ് ടു കൺഫേം ദാറ്റ് എവറി പർച്ചേസ് ബിൽ ഇസ് എൻറ്റേർഡ് ഇൻ purchase book and the invoices entered in purchase book are against the actually received goods and payment is made for those actual purchases. അതായത് പർച്ചേസസ് നടത്തിയിട്ടുള്ളത് ബിസിനസ്സിന് തന്നെ വേണ്ടിയിട്ടാണ്, ആ പർച്ചേസസിനുള്ള എമൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തലാണ് ഓഡിറ്റർ ഡ്യൂട്ടി. ഓക്കെ, സോ ക്രെഡിറ്റ് പർച്ചേസസ്, അതായത് further we can discuss what are the main duties of auditor concerning vouching of credit purchases. So under that, auditor's duty includes first record of, that they should verify the record of all purchase orders. Then second, verification of quantity, price and payment terms of purchase invoice with purchase orders. അതായത് എത്ര ക്വാണ്ടിറ്റി, പർച്ചേസ് കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ വെരിഫിക്കേഷൻ അബൌട്ട് വെദർ ഗുഡ്സ് ആക്ച്വലി റിസീവ്ഡ്, അതായത് ഓർഡർ ചെയ്തിരിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഗുഡ്സ് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദെൻ വെരിഫിക്കേഷൻ അബൌട്ട് പ്രോപ്പർ റെക്കോർഡിംഗ് ഓഫ് പർച്ചേസ് ബിൽ ഇൻ പർച്ചേസ് ബുക്ക്. ദെൻ ഗുഡ്സ് പർച്ചേസ് ഷുഡ് ബി ഫോർ ബിസിനസ് പേർപ്പസ് ഓൺലി, അതാണ് ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബിസിനസ് പർച്ചേസിന് തന്നെ വാങ്ങിയതാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദാറ്റ് ഈസ് നോട്ട് ഫോർ എനി പേഴ്സണൽ യൂസ് ഓഫ് എനി partner. Then auditor should verify the statements of accounts of suppliers. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓഡിറ്റർ. അതായത് ഓഡിറ്റർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബിസിനസ്സിന് തന്നെ വേണ്ടി നടത്തിയിരിക്കുന്ന പർച്ചേസസ് ആണോ, ഈ പർച്ചേസ് ബില്ല് ഏതിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്, പർച്ചേസ് ബുക്കിൽ തന്നെ എൻ്റർ ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓഡിറ്റർ ഷുഡ് ചെക്ക് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രിവെയിലിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആണെങ്കിൽ അയാൾക്ക് ഓഡിറ്റർ ഡ്യൂട്ടി ഈസ് വെരി സിമ്പിൾ. ഓക്കെ, then next is vouching of credit sales. അതായത് മോസ്റ്റ് ഓഫ് ദ സെയിൽസ് ആർ മെയ്ഡ് ഓൺ ക്രെഡിറ്റ് ബേസിസ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഫോർ ദ സെയിം ഇസ് ഗിവൺ ബിലോ. എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെയിൽസ് ഓർഡർ രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് ഓർഡേർഡ്, നെയിം ഓഫ് ദ കസ്റ്റമർ, order number, quantity ordered, then price, mode of delivery, payment terms, etc. Then sale order will send to dispatch department. അപ്പോൾ ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കുക? ഡിസ്പാച്ച്. Then dispatch department will arrange materials to be sent to customer. Then on the basis of sale order and dispatch challan, sales invoices issued. Okay, sales invoices need to be entered both in outward register and also in sales book. അപ്പോൾ രണ്ടെണ്ണത്തിലും എൻട്രി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എന്താ പറയുക വൗച്ചിങ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നത്. അപ്പോൾ ഓഡിറ്റർ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ കംപ്ലീറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് സെയിൽ. Okay, then the sale invoice should check with sales order.
Then sales register will check through sale invoices. And sale of capital goods should not be recorded in sales book. അത് ഉറപ്പ് വരുത്തണം. ഫിക്സഡ് അസറ്റ് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സെയിൽസ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് സെയിൽസ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമായിരിക്കണം. ഓക്കെ. ദെൻ കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് ഇൻവോയ്സ് ഷുഡ് ബി ചെക്ക് ഇൻ കേസ് ഓഫ് മാനുവൽ ഇൻവോയ്സിങ്. അതേപോലെ അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഷുഡ് ബി ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട്. Like excise duty, service tax, VAT, etc. Then no sale invoice should be unrecorded in the sales book. അതായത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. Only the sale of the current year should be recorded and cancelled invoices should be kept separate for verification of auditor. ഓക്കെ, മനസ്സിലായല്ലോ ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി എന്തെല്ലാണെന്നുള്ളത്. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറയും. അതായത് ചില സമയത്ത് എന്തിനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്, ദർ ആർ ചാൻസസ് ഓഫ് ഗുഡ്സ് റിട്ടേൺ ബാക്ക് ടു സപ്ലയർ. അപ്പോൾ ഓഡിറ്റർ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് റിട്ടേൺ ബുക്കിലാണ് ഇത് എൻറ്റർ ചെയ്ത് വെക്കുന്നുണ്ടാവുക. പർച്ചേസ് റിട്ടേൺസ് ആർ എൻറ്റേർഡ് ഇൻ ദി പർച്ചേസ് റിട്ടേൺ ബുക്ക് എഗെയിൻസ്റ്റ് ഡെബിറ്റ് നോട്ട്. സോ ഇൻ റെസ്പെക്ട് ഓഫ് പർച്ചേസ് റിട്ടേൺസ് ദ ഓഡിറ്റർ ഷുഡ് ചെക്ക്. First one, a debit note or purchase return invoice should be prepared mentioning the original purchase invoice number, അതേമാതിരി quantity, price, etc. It should be according to the എന്താ പറയുക original purchase invoice against which materials are purchased. Corresponding credit note should be received from the supplier. Then separate goods return book should be maintained. Adjustment of the amount of goods return invoice should be done while making payments to supplier. Okay, അപ്പോൾ supplier is paid only the net amount. Then next we can discuss vouching of sales return book അല്ലെങ്കിൽ return inward book എന്ന് പറയാം. There are many reasons for return of goods sold. അതായത് return of goods sold by the customers. അതായത് ചിലപ്പം റോങ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ആവാം, എക്സസ് ക്വാണ്ടിറ്റി ഓർ ബിലോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ കസ്റ്റമേഴ്സ് എന്താക്കിയിട്ടുണ്ടാകും, ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഓഡിറ്റേഴ്സ് ഷുഡ് കെയർഫുള്ളി ചെക്ക് ദ ഫോളോയിങ്. അതായത് സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സെപ്പറേറ്റ് സെയിൽസ് റിട്ടേൺ രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ ഫോർ സെയിൽസ് റിട്ടേൺസ്. അതായത് റിട്ടേൺ ഇൻവേർഡ്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ. Then second point, credit note should be issued after obtaining proper sanction from the responsible officer. And goods inward register should be checked. അതായത് ഗുഡ്സ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഗുഡ്സ് ഇൻവേർഡ് രജിസ്റ്റർ ചെക്ക് ചെയ്യാം. Then the reasons for return of goods should be analyzed. Then date of return should be verified with a debit and credit note, goods inward register, etc. എല്ലാത്തിലും ഒരേ ഡേറ്റ് തന്നെ ആയിരിക്കണം. Then stores record should be checked and a customer account should be credited with sales return amount. Okay, അതേപോലെ ക്രെഡിറ്റ് എന്താ പറയുക, അറ്റ് ദ ടൈം ഓഫ് എന്താ പറയുക ടൈം ഓഫ് വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് റിട്ടേൺ ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലോ. നെക്സ്റ്റ് വി ക്യാൻ സീ ഗുഡ് സോൾഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അതായത് ഗുഡ് സോൾഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനീസ് ആർ ഡൂയിങ് ദിയർ ബിസിനസ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അതായത് കസ്റ്റമർ ബുക്ക് ദിയർ ഓൺലൈൻ ഓർഡർ and on the basis of their order goods are sent to customer through courier or transport, and customer receive the goods and make payment to courier boy. ചില സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് അറിയുന്നതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഹി മേ റിട്ടേൺ ദ ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ജസ്റ്റ് ആഫ്റ്റർ ഓപ്പണിംഗ് ദ പാർസൽ ഇൻ കേസ് ഇഫ് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ ഈവൻ ആഫ്റ്റർ accepting the delivery of goods and making payment of it, the customer is normally allowed to return the goods in the stipulated time. അതായത് ഒരു ടൈം ഉണ്ട്, ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാറില്ലേ, if he is not satisfied with the quality of the product. അപ്പോൾ auditor should carefully verify all processes and documentation on the basis of the above and consider the following points. അതായത് goods sold on സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ആണെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് ആണെങ്കിൽ ഓഡിറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ദ ഓഡിറ്റർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് സെയിൽ ഓർ റിട്ടേൺ ട്രാൻസാക്ഷൻ. അതായത് ഹി ഷുഡ് സീ ദാറ്റ് സച്ച് ഗുഡ്സ് അൺടിൽ അപ്രൂവ്ഡ് ബൈ ദി കസ്റ്റമേഴ്സ് മസ്റ്റ് ബി ഷോൺ ആസ് ഗുഡ്സ് വിത്ത് കസ്റ്റമേഴ്സ്. അല്ലാതെ സെയിലായിട്ട് കാണിക്കാൻ പാടില്ല, ഗുഡ്സ് വിത്ത് കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു രജിസ്റ്ററിലായിരിക്കണം അത് എൻ്റർ ചെയ്യേണ്ടത്. These should not be treated as sales and should be deducted from sales and from the amount of debtors. Okay.
The next item is goods sent on consignment. അതായത് when goods are sent on consignment, a separate book called Consignment Outward Journal is prepared. അതായത് കൺസൈൻമെൻറ്റ് ഔട്ട്വേർഡ് ജേണലിലാണ് ഈ എൻട്രീസ് ഒക്കെ എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഈ ബുക്ക് വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദ കോപ്പീസ് ഓഫ് എഗ്രിമെൻറ്റ്, അക്കൗണ്ട് സെയിൽ, കറസ്പോണ്ടൻസസ് ആൻഡ് പ്രൊഫോമ ഇൻവോയ്സ്, ഓൾ ദീസ് ആർ അതായത് ദിസ് ബുക്ക് ഇസ് വൗച്ച്ഡ് വിത്ത് ഓൾ ദീസ് ഡോക്യുമെൻറ്റ്സ്. When goods were sent on consignment at a higher price, proper adjustment should be made at the time of finding the profit or loss. Okay. ഇനി അൺസോൾഡ് ഗുഡ്സ് വിത്ത് എ കൺസൈനി ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് സെയിൽസ്. അതായത് കൺസൈൻമെൻറ്റിൻ്റെ സമയത്ത് കൺസൈനീൻ്റെ കയ്യിൽ ചിലപ്പോൾ അൺസോൾഡ് ഗുഡ്സ് ഉണ്ടാവും. ദേ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റോക്ക് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിക്കേണ്ടത്. Such goods lying with consignee should be valued either at market price or cost price, whichever is lower, plus proportionate expenses incurred on consignment. So next is vouching of journal book. ജേണൽ പ്രോപ്പർ എന്ന് കേട്ടിട്ടില്ല. അതായത് സബ്സിഡിയറി ബുക്സിൽ വരുന്ന ഒരു ബുക്കാണ് ജേണൽ പ്രോപ്പർ. ഈ ക്രെഡിറ്റ് സെയിൽസ്, എന്താ പറയുക, സെയിൽസ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, ഇതെല്ലാം കൂടാതെ ബാക്കി എന്തൊക്കെ എൻട്രീസ് വരുന്നുണ്ടോ അങ്ങനെയുള്ള ചവറുകളെല്ലാം കൂടെ എഴുതി വെക്കാനുള്ള ബുക്കാണ് ഏതെന്ന് പറയുന്നത് ജേണൽ പ്രോപ്പർ. അപ്പോൾ എങ്ങനെയാണ് ജേണൽ പ്രോപ്പർ വൗച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഫോളോയിങ് എൻട്രീസ് ആർ റെക്കോർഡഡ് ഇൻ ജേണൽ ബുക്ക്. എന്തെല്ലാണെന്ന് അറിയോ? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ്, വേരിയസ് പ്രൊവിഷൻസ് ഫോർ ടാക്സ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ദെൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് പെയ്ഡ്, then transfer entries and adjustment entries, then allotment of shares, share calls, etc., sale and purchase of assets, and entries of bills receivable, bills payable and dishonor of bills. ഇത്രയും കാര്യങ്ങളാണ് ഏതിലുണ്ടാവുന്നത്? നമ്മളെ ജേണൽ പ്രോപ്പറിലുണ്ടാവുക. അപ്പോൾ ഓഡിറ്റേഴ്സ് ഷുഡ് കെയർഫുള്ളി വൗച്ച് ദ എൻട്രീസ് പാസ്ഡ് ഇൻ ദി ജേണൽ പ്രോപ്പർ. കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് ഫ്രോഡ് ത്രൂ സച്ച് എൻട്രി. സോ ഓഡിറ്റർ ക്യാൻ മേക്ക് യൂസ് ഓഫ് ആക്ച്വൽ ഓർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഫോർ വൗച്ചിങ് സച്ച് ട്രാൻസാക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വൗച്ചിങ് ഓഫ് ഡെറ്റേഴ്സ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെറ്റേഴ്സ് ലെഡ്ജർ ഇസ് ഓൾസോ നോൺ ആസ് സെയിൽസ് ലെഡ്ജർ. ഈ സെയിൽസ് ലെഡ്ജർ ക്യാൻ ബി വൗച്ച്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെയിൽസ് ജേണൽ, സെയിൽസ് റിട്ടേൺ ബുക്ക്, ക്യാഷ് ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ജേണൽ എക്സെട്ര. ഓഡിറ്റർ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റ് എമൗണ്ട്സ് ആർ പോസ്റ്റഡ് ഓൺ ദ കറക്റ്റ് സൈഡ് ഓഫ് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോഡ് ഒഴിവാക്കാൻ വേണ്ടി ഓഡിറ്റർ ക്യാൻ സെൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ടു ഓൾ ഡെറ്റേഴ്സ് ടു കൺഫേം ദ ബാലൻസസ്. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ഇസ് ഓൾസോ നോൺ ആസ് പർച്ചേസസ് ലെഡ്ജർ ഓർ ബോട്ട് ലെഡ്ജർ. ഇറ്റ് കണ്ടെയ്ൻസ് അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്. സോ ദിസ് ലെഡ്ജർ ക്യാൻ ബി വൗച്ച്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പർച്ചേസ് രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ജേണൽ. അതായത് ഓഡിറ്റർ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റ് എമൗണ്ട്സ് ആർ പോസ്റ്റഡ് ടു ദി കറക്റ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. അതേപോലെ ഫ്രോഡ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റേഴ്സ് ഷുഡ് ബി അതായത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി കോൾഡ് ഫോർ ആൻഡ് കമ്പയർഡ് വിത്ത് ദ ബാലൻസസ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ.